പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന് പിന്നാലെ അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ യുദ്ധ കുറ്റകൃത്യങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കണമെന്ന് വ്യക്തമാക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള മുസ്തഫ ഖമനേയി. 2025-26 വർഷങ്ങളിലെ സംഘർഷങ്ങളിൽ ഇറാനെതിരെ നടന്ന കുറ്റകൃത്യങ്ങൾ രാജ്യത്തിന്റെ നിയമപരമായ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നും ഖമനേയി പറഞ്ഞു. ജുഡീഷ്യറി വാരാചരണത്തിന്റെ ഭാഗമായുള്ള പ്രസ്താവനയിലാണ് ഖമനേയി ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. പ്രസ്താവന ഖമനേയി സമൂഹ മാധ്യമമായ എക്സിൽ പല പോസ്റ്റുകളായി പങ്കുവച്ചിട്ടുണ്ട്. ആഭ്യന്തര അന്താരാഷ്ട്ര കോടതികളിൽ യുഎസിനും ഇസ്രയേലിനുമെതിരെ യുദ്ധക്കുറ്റങ്ങൾക്ക് നടപടി സ്വീകരിക്കാൻ അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകണം. അടിച്ചമർത്തൽ നേരിടുന്ന എല്ലാവർക്കും അഭയം തേടാൻ കഴിയുന്ന ഇടങ്ങളായി ജുഡീഷ്യറിയുടെ എല്ലാ തലങ്ങളും മാറണമെന്നും ഖമനേയി പറഞ്ഞു. യുഎസ് ഇസ്രയേൽ സഖ്യം ഇറാനിൽ യുദ്ധത്തിൽ കുട്ടികളും വയോധികരും അടക്കമുള്ളവരെ കൊലപ്പെടുത്തിയെന്നും യുദ്ധം രാജ്യത്തെ ജനങ്ങളെ ഭൗതികമായും മാനസികമായും ബാധിച്ചുവെന്നും ഖമനേയി തന്റെ പ്രസ്താവനയിൽ പറഞ്ഞു. ആരോഗ്യ കേന്ദ്രങ്ങൾക്കും മിനാബിലെ സ്കൂളിന് നേർക്കും അടക്കം നടന്ന യുഎസ് ഇസ്രയേൽ ആക്രമണങ്ങൾക്കെതിരെ കോടതികളെ സമീപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇറാൻ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയിയുടെ കൊലപാതകത്തെക്കുറിച്ചും മുസ്തഫ ഖമനേയിയുടെ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ യുദ്ധങ്ങൾ കാരണം ഇറാനിലെ ജനങ്ങൾക്ക് ഭൗതികമായ നാശനഷ്ടങ്ങളുണ്ടായി. മാനസികപരമായ പ്രശ്നങ്ങളും അവർ നേരിട്ടു. മിനാബിലെയും ലാമദിലെയും ആക്രമണങ്ങളും കുഞ്ഞുങ്ങളുടെ കൊലപാതകവും അടക്കമുള്ള യുദ്ധ കുറ്റകൃത്യങ്ങൾ യുഎസ് ഇസ്രയേൽ പക്ഷത്തു നിന്നുണ്ടായി. ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നേർക്കും അവർ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇവർക്കെല്ലാമെതിരെ ആഭ്യന്തര അന്താരാഷ്ട്ര കോടതികളെ സമീപിക്കണമെന്നാണ് ഖമനേയി പറഞ്ഞത്. യുഎസിനെയും ഇസ്രയേലിനെയും അന്താരാഷ്ട്ര ക്രിമിനലുകളെന്നും അപകടകാരികളെന്നും ആക്രമകാരികളെന്നും അഹങ്കാരം നിറഞ്ഞ അധികാര കേന്ദ്രങ്ങളെന്നും ഖമനേയി തന്റെ പ്രസ്താവനയിൽ വിശേഷിപ്പിച്ചു. അന്താരാഷ്ട്ര ക്രിമിനലുകളും ആക്രമകാരികളുമാണവർ. ഈ വർഷവും കഴിഞ്ഞ വർഷവുമായി നടത്തിയ കുറ്റകൃത്യങ്ങൾ കാരണം ഇറാനിൽ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണ്. ഇതാണ് ഇപ്പോൾ ഇറാൻ എന്ന രാഷ്ട്രം നേരിടുന്ന ഏറ്റവും പ്രധാന നീതിന്യായ പ്രതിസന്ധികളിലൊന്നെന്നും പ്രസ്താവനയിൽ പറയുന്നു. യുഎസ് ഇസ്രയേൽ പക്ഷത്തിന്റെ നേതാക്കൾ പലരും പല തുറന്നു പറച്ചിലുകളും നടത്തിയിരുന്നു. അവ കുറ്റകൃത്യങ്ങൾ നടത്തിയതായി സമ്മതിക്കുന്നവയാണ്. ഇത് ഇറാനെതിരായ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള കാരണങ്ങൾ വ്യക്തമാക്കി തരുന്നു എന്നും ഖമനേയി പറഞ്ഞു. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും പൊതു അവകാശങ്ങളും നിയമപരമായ സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കാനുമുള്ള ചുമതല ജുഡീഷ്യറിക്കുണ്ട്. ജുഡീഷ്യൽ മാർഗങ്ങളിലൂടെ ഇസ്രയേലിനെയും യുഎസിനെയും അവരുടെ കുറ്റകൃത്യങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മറുപടി പറയാൻ ബാധ്യസ്ഥരാക്കണമെന്നാണ് ഖമനേയി അഭിപ്രായപ്പെടുന്നത്. അതേസമയം പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അമേരിക്കയും ഇറാനും. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ചൊവ്വാഴ്ച ചർച്ചകൾ നടക്കും. ഇതിന്റെ ഭാഗമായി നിലവിൽ മേഖലയിൽ തുടരുന്ന സൈനിക സംഘർഷങ്ങളും പ്രത്യാക്രമണങ്ങളും താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലായിരിക്കും ചൊവ്വാഴ്ച നടക്കുന്ന ചർച്ചകളിൽ മുൻഗണന നൽകുന്നത്. നേരത്തെ സ്വിറ്റ്സർലൻഡിൽ ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ച് നടക്കേണ്ടിയിരുന്ന ചർച്ചകളാണ് ഇപ്പോഴത്തെ അടിയന്തര സാഹചര്യം പരിഗണിച്ച് ദോഹയിലേക്ക് മാറ്റിയത്. ജൂണിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ 5ാം വകുപ്പിനെ കുറിച്ചുള്ള വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ് നിലവിലെ സംഘർഷങ്ങൾക്ക് പ്രധാന കാരണം. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സുരക്ഷിതമായ യാത്ര ഇറാൻ ഉറപ്പു നൽകണമെന്നും പകരം ഇറാന്റെ തുറമുഖങ്ങൾക്ക് മേൽ ഉപരോധം അമേരിക്ക നീക്കം ചെയ്യണമെന്നുമായിരുന്നു കരാർ. സ്വിറ്റ്സർലൻഡിൽ നടന്ന ചർച്ചകളിൽ അമേരിക്കൻ സൈന്യവും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറും തമ്മിൽ നേരിട്ടുള്ള ഹോട്ട് ലൈൻ സംവിധാനം വേണമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കപ്പലുകൾ ഇറാനുമായി ഏകോപിപ്പിച്ചുകൊണ്ട് മാത്രമേ കടന്നു പോകാവൂ എന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുന്നതിനാൽ ഈ സംവിധാനം ഇതുവരെ പ്രവർത്തനക്ഷമമായിട്ടില്ല. അമേരിക്ക തങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല എന്നും മരവിപ്പിച്ച ഇറാനിയൻ ഫണ്ടുകൾ ലഭ്യമാക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നുമാണ് ഇറാന്റെ പ്രധാന ആരോപണം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.